ഒരു രീതിയിലും ജീവിതം മാറുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കുറേ മോട്ടിവേഷൻ കേൾക്കും. മോട്ടിവേഷൻ കേട്ടിട്ട് ജീവിതം മാറിയ ആളുകൾ ഉണ്ടോ? എല്ലാം നമുക്കറിയാലോ. മോട്ടിവേഷൻ കേട്ടവരോട് ചോദിച്ചു നോക്കിയാൽ മതി. മോട്ടിവേഷൻ കേട്ടതുകൊണ്ട് നമ്മളെ ജീവിതം ചേഞ്ച് ആവില്ല. അപ്പോൾ ചേഞ്ച് ആവാൻ എന്താ ബേസിക്കായിട്ട് വേണ്ടതെന്ന് നമ്മൾ ഫുഡ് പറയുന്ന സംഭവമില്ലേ, ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർ നറിഷ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, തോട്ട്സ് ക്ലിയർ ആയിരിക്കും. പിന്നെ നമുക്ക് ഈ മടി, ക്ഷീണം അല്ലെങ്കിൽ ഒരു എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് മാറ്റാൻ വേണ്ടിയിട്ട് ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നത് നല്ലതാണ്. അത് നമുക്ക് ആ റെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടണമെങ്കിൽ കംപ്ലീറ്റ് ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ പോകണം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മൾ വെള്ളം കുടിക്കണം. ഒരു 2 ലിറ്റർ 3 ലിറ്റർ വെള്ളം നമ്മൾ ദിവസവും കുടിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും നമുക്കൊരു എനർജി, അല്ലെങ്കിൽ നമുക്കൊരു കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, ഇതൊരു മോട്ടിവേഷൻ കേട്ടോണ്ട് കിട്ടില്ല. പക്ഷേ മെഡിറ്റേഷൻ, നമ്മൾ ധ്യാനം പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തോട്ട്സ് ഫ്രീ ആയിട്ട് നമുക്കൊരു മൈൻഡിൽ ഒരു ഹാപ്പി സ്പേസ് കണ്ടെത്തി അതിൽ എംപ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു അരമണിക്കൂർ നമ്മൾ ഒരു ദിവസത്തിൽ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താഗ്രഹിച്ചോ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഡിസിപ്ലിനായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ, ഒരു ഗൈഡൻസ് നമുക്ക് വേണം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മളെ ഉള്ളിൽ നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പുറമേ നിന്ന് ഒരാളെ സഹായിച്ചിട്ടോ അല്ലെങ്കിൽ പുറമേ ഒറ്റൊരു ഫാക്ടർ കൊണ്ടും നമുക്ക് കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊണ്ടുവരാൻ പറ്റില്ല. ചിലപ്പോൾ അടി കിട്ടിയിട്ട് പഠിച്ച് എങ്കിൽ പോലും നമ്മൾ എവിടെയെങ്കിലും നമുക്കൊരു തോൽവി വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ മനോധൈര്യം അല്ലെങ്കിൽ മനോബലമൊക്കെ അങ്ങ് ചോർന്നു പോകും. അപ്പോൾ ആ ഒരു ബലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഈ പ്രാണനെ ശക്തിപ്പെടുത്തുക, സ്ട്രോങ് ആക്കുക. ആ ഒരു ലൈനിൽ നമ്മൾ ധ്യാനിച്ചാൽ മാത്രമേ നമ്മളെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ.